കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പാലക്കാട്ടെ സംഭവ വികാസങ്ങൾ കേരളമാകെ വീക്ഷിക്കുകയാണ്. ബി.ജെ.പി. ഭരിക്കുന്ന നഗരസഭയിലെ ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷങ്ങൾ ആരംഭിക്കുന്നത്. ആരെയും അറിയിക്കാതെ രഹസ്യമായി പേരിട്ട് തറക്കല്ലിടലിലേക്ക് വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി വരികയായിരുന്നു. ചടങ്ങ് നടക്കുന്ന ഇടത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി എത്തുകയും തറക്കല്ലിട്ടയിടത്ത് വാഴ വെക്കുകയുമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ നഗരസഭയിലേക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷിന്റെ നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതോടെയാണ് കേരളമാകെ ആളിക്കത്തുന്ന തരത്തിലേക്ക് പാലക്കാട്ടെ ഹെഡ്ഗേവർ വിവാദം മാറുന്നത്. ബി.ജെ.പിയുടെ പുതിയ ജില്ലാ അധ്യക്ഷന്റെ ചില അനാവശ്യ ഇടപെടലുകളും കൂടുതൽ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്നതായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നഗരസഭയ്ക്കുള്ളിൽ പോലീസ് അതിക്രമിച്ചതറിഞ്ഞ് സ്ഥലത്തെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. പോലീസ് വാഹനം തടയുകയും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ പുറത്തിറക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് സംഘപരിവാറും യൂത്ത് കോൺഗ്രസും പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടുന്ന രംഗങ്ങളാണ് പാലക്കാട് കാണുവാൻ കഴിഞ്ഞത്. ബി.ജെ.പിയുടെ നേതാക്കൾ ഒന്നടങ്കം എം.എൽ.എക്കും യൂത്ത് കോൺഗ്രസിനുമെതിരെ രംഗത്ത് വന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം രാവിലെ എം.എൽ.എ. ഓഫീസിലേക്ക് നടത്തിയ ബി.ജെ.പി. മാർച്ചിൽ കൊലവിളി പ്രസംഗമാണ് ബി.ജെ.പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ തല വെട്ടിക്കളയും എന്നടക്കമുള്ള വെല്ലുവിളി പ്രസംഗമാണ് ബി.ജെ.പിക്കാർ നടത്തിയത്. അപ്പോഴും തല പോയാലും സംഘപരിവാറിനെതിരായ തന്റെ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന മറുപടിയാണ് രാഹുൽ പങ്കുവച്ചത്. ഇത് ബി.ജെ.പി. നേതൃത്വത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഭീഷണിയും വെല്ലുവിളിയും തുടരുകയായിരുന്നു. അപ്പോഴൊക്കെയും കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് പരിപൂർണമായും സംഘപരിവാറിനെ എതിർക്കുന്ന സമീപനമാണ് എം.എൽ.എയും യൂത്ത് കോൺഗ്രസും സ്വീകരിച്ചത്. പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് വൈകുന്നേരം യൂത്ത് കോൺഗ്രസ് ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയതോടുകൂടിയാണ്. പോലീസ് മാർച്ച് തടയുകയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു. സ്ഥലത്തെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയുടെ സ്റ്റാഫ് അംഗങ്ങളെയും പോലീസ് അകാരണമായി ആക്രമിക്കുകയും ചെയ്തു. മാത്രവുമല്ല, വനിതാ പ്രവർത്തകർ കുറവായിരുന്ന മാർച്ചിൽ നിഗൂഢ ലക്ഷ്യങ്ങളോടെ വനിതാ പോലീസുകാരെ തന്നെ രംഗത്തിറക്കിയതും വ്യാപക വിമർശനത്തിന് വഴിവെച്ചു. യാതൊരു പ്രകോപനവും കൂടാതെ വനിതാ പോലീസുകാർ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിക്കുകയായിരുന്നു. സ്ഥലം എം.എൽ.എക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ കൊലവിളി പ്രസംഗവും എം.എൽ.എ. ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്തപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചതെന്ന് ഓർക്കണം. ജില്ലാ പ്രസിഡന്റ് കെ.എസ്. ജയഘോഷിനോട് മുഖമടിച്ചു തകർക്കുമെന്ന് മാർച്ചിന് മുൻപേ പോലീസുകാർ പറഞ്ഞതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി. പ്രതിഷേധിച്ച പ്രവർത്തകരെ വലിച്ചിടിച്ച് വാഹനത്തിൽ കയറ്റിയാണ് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. കൂടി വന്നതോടെ പ്രതിഷേധം കനത്തു. കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും സംഘടിച്ചതോടെയാണ് പോലീസ് സംയമനം പാലിച്ചത്. പിന്നീട് എസ്.പി. സ്ഥലത്തെത്തുകയും പോലീസ് നടപടികൾ പരിശോധിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയുമാണ് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക വിരാമമാകുന്നത്. അതേസമയം പാലക്കാട്ടെ ബി.ജെ.പിക്കെതിരെ പ്രതിഷേധങ്ങളിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനവും വിവാദങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനും പ്രവർത്തകർക്കുമെതിരെ തുടർച്ചയായി സംഘപരിവാർ ഭീഷണികൾ നിലനിൽക്കുമ്പോഴും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി യാതൊരുവിധ പ്രതിഷേധങ്ങളും ഇടപെടലുകളും നടത്താത്തതിൽ ഏവർക്കും അമർഷമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാത്ത രീതിയാണ് വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. സമീപകാലത്ത് പാലക്കാട് നഗരത്തിലും ജില്ലയിലും സംഘപരിവാറിനും വിവിധ സർക്കാരുകൾക്കുമെതിരെ വ്യാപക സമരങ്ങളാണ് നടന്നിട്ടുള്ളത്. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് നിരന്തരം കേസുകളിലും മറ്റു അതിക്രമങ്ങൾക്കും ഇരയായത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ കെ.പി.സി.സി. നേതൃത്വവും പ്രമുഖ നേതാക്കളും യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് പിന്തുണയുമായി വന്നപ്പോഴും ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധം കണ്ടില്ലെന്ന മട്ടിലാണ്. പാലക്കാട് നഗരസഭാ ഭരണത്തിലുള്ളത് നിലവിൽ ബി.ജെ.പി. ആണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് അനുകൂലമായ തരംഗത്തിന് സാധ്യതയുള്ളപ്പോഴാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ മൗനം. സംഘപരിവാറിനെതിരെ സമരങ്ങൾ നടത്താതിരിക്കുകയും പോരാട്ടമുഖത്ത് സജീവമായി യൂത്ത് കോൺഗ്രസുകാരെ പിന്തുണ നൽകാതിരിക്കുകയും ചെയ്യുന്നതിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തോട് ജില്ലയിലെ പ്രവർത്തകർക്കും കടുത്ത എതിർപ്പുണ്ട്. അതേസമയം വരും ദിവസങ്ങളിലും ബി.ജെ.പിക്കെതിരായ സമരവും നിലപാടുകളും കൂടുതൽ കടുപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് നേതൃത്വം.